അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ അതാവിടുന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതാവിടുന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതാ സ്വഹാബത്ത് ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരുന്ന് കൊണ്ട് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന് വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാമല്ലോ. ആരുടെ ചരിത്രമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവിടുന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ? മഹാനായ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു, മഹാന്റെ ചരിത്രമാണ് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ. നബിയെ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങളോട് അവർ ദുൽഖർനൈനിനെ കുറിച്ച് ചോദിക്കും നബിയെ, അദ്ദേഹത്തെ കുറിച്ച് അവർ ചോദിക്കും നബിയെ. ഖുൽ സഅത്ലൂ അലൈക്കും മിൻഹു സിക്റാ. അവരെ കുറിച്ചെങ്ങാനും നിങ്ങളോട് ചോദിച്ചാൽ ഖുൽ നബിയെ, നിങ്ങൾ പറയണം നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയെ. സഅത്ലൂ അലൈക്കും മിൻഹു സിക്റാ. അവരെ കുറിച്ച് നന്നായി കൊണ്ട് നിങ്ങൾ സ്മരിച്ചു കൊടുക്കണേ, നന്നായ രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയെ എന്നവിടെ നിന്നതാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ ഈ ചരിത്രം പറയുകയാ. ഒരിക്കൽ അതാ ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു കൊണ്ട് തന്റെ കൂട്ടാളികളുണ്ട്, തന്റെ പടയാളികളുമായി കൊണ്ട് അതാ ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഒരു യുദ്ധം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അവർക്ക് വല്ലാത്ത ക്ഷീണം വരികയാണ്. കൂരിരുട്ടുള്ള പടച്ചുറപ്പേ വഴിയിലൂടെ കടന്നു പോകുമ്പോ കണ്ട വലിയൊരു പാറക്കെട്ടുണ്ട്, ഒരു ഗുഹയുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഒരിക്കലും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ ഗുഹക്കുള്ളിൽ അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. പടച്ചുറപ്പേ അവര് ചവിട്ടുന്നിടത്തല്ല അല്ലാഹുവേ മിനുസമുള്ള ഒരുപാട് കല്ലുകളെ പോലെ തോന്നിക്കുന്ന ഒരു സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കല്ല് പോലെ അവർക്ക് തോന്നുകയാണ്, മിനുസമുള്ളതാണ്. പടച്ചുറപ്പേ അവരോട് ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു ആ കൂടെയുള്ള അനുയായികളോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള ഈ സഞ്ചിയുണ്ടല്ലോ, ഈ ഭാണ്ഡമുണ്ടല്ലോ, ആ ഭാണ്ഡങ്ങളെല്ലാം നിങ്ങൾ തുറക്കണേ. എന്നിട്ട് നിങ്ങൾ ഈ ചവിട്ട് നിൽക്കുന്ന ഈ കല്ലുകളുണ്ടല്ലോ, ഈ മിനുസഞ്ചെന്ന മനോഹരമായ രീതിയിൽ തോന്നിക്കുന്ന ഈ കല്ലുകളുണ്ടല്ലോ, ഈ കല്ല് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളെ ഭാണ്ഡത്തിൽ നിങ്ങൾ നിറക്കണേ. പടച്ചുറപ്പേ, ഇത് പറയേണ്ട താമസമുണ്ടല്ലോ. ചില ആളുകൾ ഒരുപാട് ശേഖരിക്കുകയാണ്, കിട്ടുന്നതെല്ലാം ശേഖരിക്കുകയാണ്. ചില ആളുകൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, ഇതൊരു വെറും കല്ലല്ലേ, എന്തിനാണ് ഇതിങ്ങനെ ശേഖരിക്കുന്നത്, എന്താണ് ഇതിന്റെ ആവശ്യമെന്ന് ചിന്തിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചില ആളുകൾ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, എന്താണ് ഇതിന്റെ ആവശ്യം, എന്തിനാണ് ഈ കല്ല് വെറുതെ ഏറ്റി നടക്കേണ്ട ആവശ്യം, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. അവിടെ 3 വിഭാഗമാണുള്ളത്. ഒന്ന് ഒരുപാട് ശേഖരിച്ചോ, ഒന്ന് കുറച്ച് ശേഖരിച്ചോ. പടച്ചുറപ്പേ, ചില ആളുകൾ ഒന്നും തന്നെ ശേഖരിക്കാത്തവരാണ്. അല്ലാഹുവയുടെ ക്ഷീണമെല്ലാം അകറ്റുകയാണ് അവിടെ വെച്ചിട്ട്. എന്നിട്ട് അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്, നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ചങ്ങ് കടന്നു ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ പടച്ചുറപ്പേ സഞ്ചരിച്ചു പോകുമ്പോ അതാവിടുന്ന് ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഭാണ്ഡത്തിലുള്ള നിങ്ങൾ പെറുക്കിയിട്ട കല്ലുകളുണ്ടല്ലോ, അതൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കണേ. പടച്ചുറപ്പേ, ഒരുപാട് കടന്നു പോയിട്ടാണ് പറയുന്നത്. എല്ലാവരും അതാ ഞങ്ങളുടെ കയ്യിലുള്ള ഭാണ്ഡമങ്ങ് പരിശോധിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിനകത്ത് കണ്ട കാര്യം എന്താണെന്നറിയോ?
അവര് പെറുക്കിയിട്ട കല്ലുകള്, എല്ലാ കല്ലുകളും ഒരുപാട് പഴിയത്തിന്റെ കല്ലുകളാണ്, മുത്തുകളാണ്, സ്വർണത്തിന്റെ കട്ടകളാണ്. പടച്ചുറപ്പേ, അവിടെ നിന്ന് വല്ലാതെ ഖേദിക്കുകയാണ് ചില ആളുകള്. അല്ലാഹുവേ പടച്ചുറപ്പേ, ഒരുപാട് പെറുക്കിയെടുത്ത ആളുകൾ, ചില ആളുകൾ ഒരുപാട് പെറുക്കിയെടുത്തല്ലോ. അവര് ചിന്തിക്കുകയാണ്, റബ്ബേ ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ, കുറച്ച് മാത്രം പെറുക്കിയെടുത്ത ആളുകളുണ്ട്. എന്തിനാ കുറെ കല്ല് ബാഗിലിടുന്നത്, സഞ്ചിയിലിടുന്നത്? കുറച്ച് എടുത്താ മതിയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കുറച്ച് മാത്രം എടുത്ത ആളുകൾ എൻ്റെ പ്രിയമുള്ളവരെ, അവരവിടെ നിന്ന് ചിന്തിച്ച് കരയുകയാണ്. അല്ലാ, ഞങ്ങൾക്ക് ഒരുപാട് എടുത്താ മതിയായിരുന്നു അല്ലാ, ഇനിയും എടുത്താൽ മതിയായിരുന്നു അല്ലാ. പക്ഷേ ഒന്നും എടുക്കാത്ത ആളുകളുണ്ടല്ലോ, അവരവിടെ നിന്ന് കരയുകയാ. യാ വൈലതാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് കരയുകയാണോ? അല്ലാഹുവേ പടച്ചുറപ്പേ, അല്ലാഹ് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ ഇതുപോലെ നിങ്ങളായി മാറരുത് സ്വഹാബാ, ഇതുപോലെ നിങ്ങളായി മാറരുത് സ്വഹാബാ. നിങ്ങൾ ഇതുപോലെയായാൽ നാളെ റബ്ബിന്റെ മുമ്പില് നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഒരുപാട് അമൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യും. അവരെന്താ ചെയ്തത്? അവര് ചെയ്ത സംഭവം മനസ്സിലായോ? ദുൽഖർനൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആ കല്ലൊക്കെ എടുത്തിട്ട് നിങ്ങൾ എന്ത് ഈ ബാഗിലാക്കി. ചില ആളുകളാക്കി ഒരുപാട് പെറുക്കിയെടുത്തു, ചില ആളുകൾ കുറച്ച് മാത്രം പെറുക്കിയെടുത്തു, ചില ആളുകളൊന്നും പെറുക്കിയെടുത്തില്ല. എന്തിനാ കുറെ കല്ല്, എന്തിനാ കുറെ കല്ല് കയറ്റിയിട്ട് നടക്കുന്ന എന്തിനാ? ചില ആളുകൾ വിചാരിക്കുകയാണ്, ഈ ദുനിയാവിൽ വിചാരിക്കുക, ഈ ദുനിയാവില് ചില ആളുകൾ ചിന്തിക്കുകയാണ് അങ്ങനെ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനാ കുറെ നിസ്കരിക്കുന്നത്, എന്തിനാ കുറെ നോമ്പെടുക്കുന്നത്? അവരൊക്കെ നാളെ പരാജയപ്പെട്ടു പോകും. കുറച്ചെടുത്ത ആളുകളുണ്ട്, അവർ പറയും, പടച്ചോനെ ഇനി ഞങ്ങൾക്ക് ഒന്നും കൂടെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇനി നമുക്ക് കുറച്ചും കൂടെ ദുനിയാവിൽ നിന്ന് എടുത്താൽ മതിയായിരുന്നു, കുറച്ച് തസ്ബീഹ് കൂടുതൽ ചൊല്ലിയാമായിരുന്നു, കുറച്ചും കൂടെ ദിക്ർ ചൊല്ലിയാമായിരുന്നു, നമസ്കാരത്തെ ഒന്നും കൂടെ നീട്ടിയാൽ മതിയായിരുന്നു, ഒന്നും കൂടെ തഖ്വ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. നല്ലോണം എടുത്ത ആളുകൾക്ക് നാളെ പടച്ചുറപ്പ് കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അവർ കഴിയും വിധം ശ്രമിച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ ജീവിച്ച ആ മഹാന്മാരായ ആളുകൾ അവിടെ നിന്ന് എൻ്റെ പ്രിയമുള്ളവരെ നന്മകൾ ചെയ്യുന്നത്, അവർക്ക് അള്ളാഹ് കൊടുക്കുന്ന പ്രതിഫലം കണ്ടാൽ ഇവര് ഈ ആളുകൾ സങ്കടപ്പെട്ടു പോകും. കുറച്ച് ചെയ്തിട്ട് സ്വർഗത്തിൽ എത്തിയ ആൾക്കാർ, നല്ലോണം എടുത്ത ആളുകൾക്ക് നല്ലോണം കിട്ടും അല്ലെ? നല്ലോണം ദുനിയാവെന്ന് പണിയെടുത്താൽ അവനക്ക് ഒരുപാട് കൂലി കിട്ടൂലേ അല്ലെ? മുതലാളി നല്ലോണം കൂലി കൊടുക്കുമോ? നല്ലോണം പണിയെടുത്താൽ. കുറച്ചെടുത്താലോ കുറച്ചേ അവന് ശേഖരിച്ചിട്ടുള്ളൂ അല്ലെ? എന്നാലും അവർക്ക് കുറച്ചല്ലേ കിട്ടുള്ളൂ.